ഹായ്, എല്ലാവർക്കും കരിഗാഡീസിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ ഒരു ചുരിദാറിൽ നിന്ന് അളവെടുക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ലെങ്ത്ത് എടുക്കാം. അപ്പോൾ ലെങ്ത്ത് ഷോൾഡറിൻ്റെ മുകളിൽ നിന്ന് താഴത്തോട്ട് എത്ര ലെങ്ത്ത് ഉണ്ടെന്ന് നോക്കാം. അറ്റം വരെ ലെങ്ത്ത് 44 ഇതിൻ്റെ ലെങ്ത്ത് കിട്ടുന്നത്. അപ്പം 44 ലെങ്ത്ത് നമ്മൾ അടയാളപ്പെടുത്തി. അതിനുശേഷം ഇതിൻ്റെ ചെസ്റ്റാണ് അടുത്ത് നോക്കേണ്ടത്. അപ്പം നമുക്ക് ഷോൾഡർ നോക്കാം. ആദ്യം ഷോൾഡർ നോക്കിയതിന് ശേഷം ചെസ്റ്റ് നോക്കാം. ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇതിൻ്റെ അടിയിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ തയ്ച്ച് പോകുന്നുണ്ട് കേട്ടോ. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് തയ്ച്ച് പോകാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായി ഇട്ടതിന് ശേഷം കൈയൊക്കെ ഇങ്ങനെ മുകളിലോട്ട് കറക്റ്റാക്കി വെച്ചതിന് ശേഷം വേണം ഷോൾഡർ അളവെടുക്കാൻ. ഷോൾഡർ 13 ഇഞ്ചാണ് ഇവിടെ ഷോൾഡർ കിട്ടിയേക്കുന്നത്. കറക്റ്റായിട്ട് പിടിച്ച് നമ്മൾ ഷോൾഡർ നോക്കുക. 13 ഇഞ്ചാണ് ഷോൾഡറിൻ്റെ ഇങ്ങനെ ഇവിടെ നിന്ന് തുടങ്ങി ഇവിടം വരെ. അല്ലെങ്കിൽ ഈ തയ്ച്ച പാടുണ്ടല്ലോ, ഈ തയ്ച്ച ഇവിടെ ഇതിൻ്റെ കൈ ജോയിൻ്റ് ചെയ്ത് അവിടെ നിന്ന് തുടങ്ങി ഇവിടം വരെ ആകുമ്പോൾ 12. ഇപ്പുറ സൈഡിൽ 1/2 ഇഞ്ചും ഇപ്പുറ സൈഡിൽ 1/2 ഇഞ്ചും അകത്തോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ 1 ഇഞ്ച്. അപ്പോൾ 12ൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടുമ്പോൾ 13 ഇഞ്ച്. അങ്ങനെ കണക്കാക്കിയാലും ഷോൾഡർ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ 13 ഇഞ്ചിലാണ് ഷോൾഡർ കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ചെസ്റ്റാണ് നമുക്ക് നോക്കേണ്ടത്. ചെസ്റ്റ് നോക്കാനായിട്ട് നമ്മൾ ചുരിദാർ മറച്ചിട്ടതിന് ശേഷം വേണം ചെസ്റ്റിൻ്റെ അളവ് എടുക്കാനായിട്ട്. ഇവിടെ ഈ കൈക്കുഴിയുടെ ഇവിടെ നിന്നുള്ള അടിപ്പിൽ നിന്ന് ഇപ്പുറത്തെ കൈക്കുഴിയുടെ നമ്മളിവിടെ ചെസ്റ്റ് അടിച്ച് വയ്ക്കുന്ന അവിടം വരെയുള്ള അളവാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇവിടെ നിന്ന് ഇപ്പുറത്തെ നമ്മൾ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല നിങ്ങൾക്ക്. ഇവിടെ ഒരേ കളർ നൂലല്ലേ വെച്ചടിച്ചേക്കുന്നത്, വയലറ്റ് കളറായതുകൊണ്ട് ഇവിടെ വരെ. അതായത് ഈ ചെസ്റ്റിൻ്റെ ഇവിടെ അടിപ്പിൽ നിന്ന് ഇപ്പുറത്തെ ചെസ്റ്റ് ഇവിടെ ഈ കൈക്കുഴിയുടെ തൊട്ട് താഴെയായിട്ട് വരുന്ന അടുപ്പിലേക്ക് 20.75 ഉണ്ട്. അപ്പോൾ ചെസ്റ്റ് 20.75. ഇതിൻ്റെ കൂടെ നമ്മൾ തയ്യൽത്തുമ്പ് മാത്രം 1.5 ഇഞ്ച് കൂട്ടിയിട്ടാൽ മതി. ബാക്കി കറക്റ്റ് അളവാണ്. വേറെ 4 ഇഞ്ചോ 5 ഇഞ്ചോ ഒന്നും കൂട്ടണ്ട. ബോഡിയിൽ നിന്ന് എടുക്കുന്ന മാതിരി അളവുകളൊന്നും കൂട്ടിയിടണ്ട. ഇത് കറക്റ്റായിട്ട് തന്നെ 20.75 പ്ലസ് 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ് നമ്മൾ ആഡ് ചെയ്യണം. അതുപോലെ തന്നെ ഷേപ്പിൻ്റെ ഷേപ്പ് ലെങ്ത്ത് നമുക്ക് കിട്ടിയേക്കുന്നത് 13 ഇഞ്ചാണ്. ഇവിടെ 13 ഇഞ്ചാണ് ഷേപ്പ് ലെങ്ത്ത് കിട്ടിയത്. അതായത് നമ്മുടെ ഇവിടെ ഒരു വളവ്, നമ്മളിങ്ങനെ ഷേപ്പ് ഇങ്ങനെ ശരീരത്തിനൊരു ഒടിവ് ഭാഗമുണ്ട്. അതാണ് ഈ വളവ് തന്നെയാണ്. ഇങ്ങനെ വളച്ചാണ് ഇവിടെ അടിക്കുന്നത്. അപ്പം അതിൻ്റെ വണ്ണാണ് ഷേപ്പ് ലെങ്ത്ത് 13 ഇഞ്ചും. ഇനി അതിൻ്റെ വണ്ണം എടുക്കണം. ഈ കറക്റ്റ് ഈ ഒടിവ് വന്ന ഭാഗത്തിൽ 20 ഇഞ്ചാണ് ഷേപ്പിൻ്റെ വണ്ണം. അത് 20 ഇഞ്ച് നമ്മൾ കറക്റ്റായിട്ട് എഴുതി വയ്ക്കുക. ഇനി ഹാൻഡിൻ്റെ മുകളിലെ വണ്ണം, അതായത് ഇവിടെ നിന്ന് ഒടുങ്ങി ഇവിടം വരെ എത്രയുണ്ടെന്ന് നോക്കണം. നമുക്ക് എത്രയിലാണ് അടിച്ചേക്കുന്നതെന്ന്. 9.5 ഹാൻഡിൻ്റെ വണ്ണം, മുകൾ ഭാഗം വണ്ണം കിട്ടിയിരിക്കുന്നത്. അതായത് നമ്മുടെ ഈ ഷോൾഡർ കൂട്ടി അടിച്ചതിൻ്റെ അകത്തേക്ക് ടേപ്പ് വെച്ചതിന് ശേഷം ഇങ്ങനെ. അപ്പോൾ കറക്റ്റ് നമ്മുടെ ഇവിടെ അടിപ്പ് വരുന്ന ആ ഭാഗത്ത്, ഇവിടെയാണ് അടിപ്പ് വന്നേക്കുന്നത്. ആ ഭാഗം വരെ 9.5 ഇഞ്ചാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. പിന്നെ കൈയുടെ ലെങ്ത്ത് എന്ന് പറയുമ്പോൾ നമ്മളിത് ഇവിടെ നിന്ന് അടിച്ചാണ് കൊടുക്കുന്നത് താഴെ വരെ 6.25 കിട്ടിയേക്കുന്നത്. ഹാൻഡിൻ്റെ ലെങ്ത്ത് 6.25. 6.25. ഇനി ഇവിടെ താഴത്തെ വണ്ണം 6 ഇഞ്ചാണ് നമുക്കിവിടെ താഴെ വണ്ണം കിട്ടിയേക്കുന്നത്. കണ്ടോ, ഇവിടം വരെയാണ് അടിപ്പ്. 6 ഇഞ്ചാണ് വണ്ണം കിട്ടിയേക്കുന്നത്. അപ്പോൾ വിഡ്ത്ത് 6 ഇഞ്ച്. ഇനി അതിന് ശേഷം നമ്മളിത് ഒന്നുകൂടി തിരിച്ചിടാം.
തിരിച്ചിട്ടതിന് ശേഷം നമുക്ക് സ്ലിറ്റിൻ്റെ ഇറക്കമാണ് എടുക്കേണ്ടത്. അതായത് സ്ലിറ്റിൻ്റെ ഇറക്കം എടുക്കുമ്പോൾ നമ്മൾ ഇതിങ്ങനെ നേരെ ചുരിദാർ ഇട്ടതിന് ശേഷം ഇതിവിടെ മുകളിൽ നിന്ന് ഷോൾഡറിൻ്റെ മേളിൽ നിന്ന് വയ്ക്കുക. സ്ലിറ്റ് നമുക്ക് എത്രയാണോ വരുന്നതെന്ന് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിങ്ങനെ ടേപ്പ് പിടിക്കുക. ഇവിടെയാണ് സ്ലിറ്റിൻ്റെ ഓപ്പൺ വരുന്നത്, അവിടേക്ക് ടേപ്പ് ഇങ്ങനെ പിടിക്കുക. 21.5 സ്ലിറ്റിൻ്റെ ലെങ്ത്ത്. മനസ്സിലായോ? ഇവിടെ നിന്ന് മുകളിൽ നിന്ന് കറക്റ്റായിട്ട് ടേപ്പ് ഇങ്ങനെ വരിക. സ്ലിറ്റ് ഇത് എവിടെയാണ് വരുന്നത്, അത് കറക്റ്റ് 21.5 അത് കറക്റ്റാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടേപ്പ് ഇങ്ങനെ വെച്ചത്. കറക്റ്റ് 21.5 കറക്റ്റായിട്ടുള്ള സ്ലിറ്റിൻ്റെ ലെങ്ത്ത് നമുക്കറിയാൻ പറ്റുന്നത് ഇങ്ങനെ നോക്കുമ്പോഴാണ്. 21.5 ബിഗിനേഴ്സിന് വളരെ ഉപകാരമായിരിക്കും ഇങ്ങനെ നോക്കുന്നത്. കാരണം ഇങ്ങനെ വെച്ചൊക്കെ നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഷോൾഡർ സ്ലോപ്പൊക്കെ കൊടുത്തേക്കുന്നതാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല. ലെങ്ത്ത് 21.5. ഇനി ഇതിൻ്റെ വണ്ണം, സ്ലിറ്റിൻ്റെ വണ്ണം അളക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ നിവർത്തിയിട്ടതിന് ശേഷം ചുളിവുകളില്ലാതെ നിവർത്തിയിടണേ. അതിന് ശേഷം നമ്മൾ ഈ സ്ലിറ്റിൻ്റെ ഇവിടെ നിന്ന് സ്ലിറ്റ് അടിച്ചേക്കുന്ന അവിടം വരെയുള്ള വണ്ണം അളന്നെടുക്കുക. നമുക്ക് 25 കിട്ടിയേക്കുന്നത്. സ്ലിറ്റിൻ്റെ വീതി 25 നമുക്ക് കിട്ടിയേക്കുന്നത്. കണ്ടോ? അപ്പോൾ സ്ലിറ്റിൻ്റെ വണ്ണം, സ്ലിറ്റ് വിഡ്ത്ത് 25. പിന്നെ നമുക്കൊരു വണ്ണം കൂടി എടുക്കണം. ഇതിൻ്റെ അടിയിലെ വണ്ണം ബിഗിനേഴ്സ് ആകുമ്പോൾ കറക്റ്റായിട്ട് സ്ലിറ്റിനേക്കാൾ 1 ഇഞ്ചൊക്കെ കൂട്ടിയാണ് ചിലർ എടുക്കുന്നത്. ചിലർ സ്ലിറ്റിൻ്റെ കറക്റ്റ് വണ്ണത്തിലായിരിക്കും എടുക്കണേ. ഇത് കറക്റ്റ് 25 ഇത് നിൽക്കണേ. കണ്ടോ? കറക്റ്റ് 25 നിൽക്കുന്നത്. അടിവണ്ണം 25. ഇനി കഴുത്തിൻ്റെ ഇറക്കമാണ് നമുക്ക് വേണ്ടത്. ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് 5.5. ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത്, അതായത് ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് നമ്മൾ എടുക്കുന്നത് ഈ ഷോൾഡർ കൂട്ടി അടിച്ചെടുത്ത് നിന്ന് താഴത്തേക്ക്, അതായത് ഈ നടുക്ക് ഭാഗത്തേക്ക് എത്രയുണ്ടെന്നാണ് നമ്മൾ നോക്കേണ്ടത്. 5.5 കറക്റ്റായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മൾ ഷോൾഡർ അടിക്കാനായിട്ട് 1/2 ഇഞ്ചാണ് എടുക്കുന്നതെങ്കിൽ 6 ഇഞ്ച് ഇട്ട് നമ്മൾ കഴുത്ത് വെട്ടണം. അതല്ലെങ്കിൽ കറക്റ്റായിട്ട് നമ്മുടെ 1/2 ഇഞ്ച് കുറഞ്ഞു പോകും. 5.5 തന്നെ ആയിട്ട് വെട്ടിയിട്ടുണ്ടെങ്കിൽ 6 ഇഞ്ചിലാണ് കഴുത്ത് വെട്ടേണ്ടത്. ഇനി ബാക്കിലെ നെക്കിൻ്റെ ഇറക്കം ഇതേപോലെ ഷോൾഡർ കൂട്ടി അടിച്ചാണ് ആ ഭാഗത്ത് നിന്ന് താഴത്തേക്ക്. രണ്ടും ഇതിനകത്ത് 5.5 തന്നെയാണ് എടുത്തേക്കുന്നത്. കണ്ടോ? 5.5 ഇഞ്ചാണ്. കണ്ടോ? 5.5 ബാക്ക് നെക്കും ഇതിൻ്റെ ലെങ്ത്തും 5.5. അങ്ങനെയാണ് ഒരു ചുരിദാറിൽ നിന്ന് അളവെടുക്കുന്നത്. ഇങ്ങനെയാണ്. ഇത് വെട്ടുന്നത് എങ്ങനെയാണെന്ന് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോൾ ഒരുപാട് ലെങ്തിയാവും വീഡിയോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഉപകാരപ്രദം ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.